പാരൻസിനുണ്ടായ എക്സ്പീരിയൻസിൻ്റെ ബിയോണ്ടായിട്ട് നെക്സ്റ്റ് ജനറേഷന് പോകണം എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു പേ ദ ഗിൽറ്റ്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഫൈനാൻഷ്യലി പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ഒരു ലാക്ക് സ്പേസിലായിരുന്നു നിന്നിരുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ ബിയോണ്ടായിട്ട് ഞാൻ മണി ഏൺ ചെയ്യുമ്പം ഐ ഫീൽ ഗിൽറ്റി. എൻ്റെ പാരൻസിന് അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഹൗ ക്യാൻ ഐ എൻജോയ് ഇറ്റ്? സോ അവിടെ ഗിൽറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഗിൽറ്റ് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ എനിക്ക് അതിൻ്റെ ബിയോണ്ട് പോകാൻ പറ്റുള്ളൂ. സോ ഗിൽറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഗ്രോത്ത്. ഏത് രീതിയിലുള്ള ഗ്രോത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിരിക്കാം, ഫൈനാൻഷ്യൽസിലായിരിക്കാം, ബിസിനസ്, കരിയർ, ഇൻ എനിത്തിങ്, നമ്മളുടെ സിസ്റ്റത്തിൽ ഒരു ഫോളോ ചെയ്ത് പോയിരുന്ന ഒരു കാര്യത്തിന് ബിയോണ്ടായിട്ട്, നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷെ അതിന് ബിയോണ്ടായിട്ട് പോകുമ്പോൾ പേഴ്സൺ എക്സ്പീരിയൻസ് ഗിൽറ്റ്. ഈ ഗിൽറ്റ് മിക്കപ്പോഴും ഹിഡൻ ആയിരിക്കും, നമുക്ക് കോൺഷ്യസ്ലി അത് മനസ്സിലാവില്ല. ഈ ഗിൽറ്റ് ഫേസ് ചെയ്യാൻ റെഡി ആയാൽ മാത്രമേ നമുക്ക് ഗ്രോത്തിനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഇപ്പം നമ്മൾ സിസ്റ്റമിക് ഹീലിംഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഗിൽറ്റ്.